ഹലോ ദിസ് ഈസ് മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ഇംഗ്ലീഷ് ടെക്സ്റ്റുകൾ വായിക്കുന്നത് എങ്ങനെ വായിച്ച് മനസ്സിലാക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റീഡിംഗ് കോംപ്രഹെൻഷൻ. നമ്മൾ ഇംഗ്ലീഷിലൊരു ടെക്സ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്, അത് നമ്മൾ വായിച്ചു നോക്കുന്നു, അതിൻ്റെ കണ്ടൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പല ആളുകൾക്കും ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ കുറേ ആളുകൾ ഇൻബോക്സിലും കമൻറ്റ് ബോക്സിലൊക്കെ ആയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. കളക്ടേഴ്സ് എഡിഷൻ ഷാർലറ്റ്സ് വെബ് എന്ന് പറയുന്നത് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ്. വളരെ ലളിതമായിട്ടുള്ള ഇംഗ്ലീഷ് ആണ് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ രചയിതാവായിട്ടുള്ള E.B. വൈറ്റ് എങ്ങനെ ലളിതമായിട്ട് എഴുതാം എന്നുള്ളത് മറ്റൊരു പുസ്തകമായിട്ട് എഴുതിയിട്ടുണ്ട്. എങ്ങനെ സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ എഴുതാം എന്നുള്ളത് വേറൊരു പുസ്തകമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ E.B. വൈറ്റ് എഴുതിയിട്ടുള്ള ഷാർലറ്റ്സ് വെബ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗങ്ങൾ നമ്മളെടുത്ത് വായിക്കുകയാണ്. എന്നിട്ട് എങ്ങനെയാണ് നമ്മളതിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലാക്കുന്നത് എന്നാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അപ്പോൾ ഷാർലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് കരോലിനയിലെ വലിയൊരു സിറ്റിയാണ്. പക്ഷേ ഇവിടെ ഷാർലറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുള്ള ഒരു എട്ടുകാലിയുടെ പേരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, എട്ടുകാലിയുടെ പേരാണ് ഷാർലറ്റ്സ് വെബ്. ഷാർലറ്റിൻ്റെ വല നമുക്കറിയാം, നമ്മൾ എട്ടുകാലിയുടെ വല കണ്ടിട്ടുണ്ട്, മാറാല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വളരെ നല്ലൊരു വളരെ നല്ല ഒരു ബുക്കാണ്. നിങ്ങൾക്ക് ആമസോണിൽ നിന്നത് ഡൗൺലോഡ് ചെയ്യാം, വാങ്ങാം. കിൻഡിൽ എഡിഷനും പേപ്പർ ബാക്ക് എഡിഷനുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകം മുഴുവനായിട്ട് വായിച്ചിട്ടില്ല. ഞാൻ ഓൾറെഡി 3-4 പുസ്തകങ്ങൾ ഞാൻ ആമസോണിൽ വരുത്തിയിട്ട് വായിച്ച് തീരാത്തതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇത് വായിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏകദേശം കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ഇംഗ്ലീഷ് ടെക്സ്റ്റ് വായിച്ച് മനസ്സിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ തുടങ്ങാം. ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ വലിയൊരു പുസ്തകം, നല്ല കട്ടിയുള്ളൊരു പുസ്തകം വാങ്ങിയിട്ട് വായിച്ച് തുടങ്ങുന്നത് നന്നാവില്ല. ഞാൻ ഈ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിൽ ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു 3/4 മണിക്കൂർ 45 മിനിറ്റോളം നീളമുള്ള ഒരു വീഡിയോയിൽ വിശദീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾ പുസ്തകങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ ഒരു വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുസ്തകം വായനയ്ക്ക് എടുക്കുമ്പോൾ നമ്മുടെ ലെവലിന് യോജിച്ചതായിരിക്കണം. ഓക്കെ, നമുക്ക് 1-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിയേ ഉള്ളൂ എങ്കിൽ 10-ാം ക്ലാസ്സുകാരൻ്റെ ടെക്സ്റ്റ് എടുത്ത് വായിക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നോളജ് ലെവൽ എങ്ങനെയാണോ, നമ്മൾ ഇംഗ്ലീഷിലുള്ള കപ്പാസിറ്റി എന്താണോ അതിനനുസരിച്ചുള്ള ഒരു പുസ്തകമാണ് നമ്മൾ വായനയ്ക്ക് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന എപ്പോഴും കുട്ടികളുടെ പുസ്തകങ്ങളാണ്. വളരെ ചെറിയ കുട്ടികൾക്കുള്ള പുസ്തകങ്ങൾ, നമ്മൾ കളിക്കുടുക്കയുടെ കൂടെയൊക്കെ ഉണ്ടാകുന്ന കുറേ പുസ്തകങ്ങൾ, അതിൽ തന്നെ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ തുടങ്ങുക. എന്നിട്ട് അതിൽ ഓക്കെ ആണെങ്കിൽ തൊട്ടടുത്ത ഏജ് ഗ്രൂപ്പ്, ഇപ്പോൾ 4 വയസ്സ് കഴിഞ്ഞ് 5 വയസ്സ്, പിന്നെ 6 വയസ്സ്, 8 വയസ്സ്, 10 വയസ്സ്, 12 വയസ്സ്, അങ്ങനെ ഏജ് ലെവൽ അനുസരിച്ചുള്ള പുസ്തകങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വായനയിൽ നിങ്ങളുടെ ആ ഒരു കപ്പാസിറ്റിയും വൊക്കാബുലറിയൊക്കെ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്യുകയും നിങ്ങൾക്ക് അതിങ്ങനെ കയ്യിലാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പുസ്തകം എപ്പോഴും സിമ്പിളായിരിക്കണം. ഇത് ഏകദേശം വളരെ സിമ്പിളായിട്ടുള്ളൊരു പുസ്തകമാണ്. വളരെ ലളിതമായിട്ടുള്ളൊരു കഥയാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കഥ കൂടിയാണ് എന്നൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂസ് ഉള്ളത്. അപ്പോൾ നമ്മളതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കുന്നു, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ചില ആളുകൾക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ ഇംഗ്ലീഷ് വായിച്ച് അർത്ഥം മനസ്സിലാക്കുക എന്നുള്ളത്. ഈവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന ആളുകൾ പോലും, BA ഇംഗ്ലീഷ് ഡിഗ്രിക്ക് പഠിക്കുന്ന ആളുകൾക്ക് പോലും അർത്ഥം വെച്ച് വായിക്കാൻ വലിയ പ്രയാസമാണെന്നുള്ളത് വലിയ അത്ഭുതമാണ്. എന്ത് തന്നെയായാലും നമുക്കതെങ്ങനെയെന്ന് നോക്കാം. നേരിട്ട് നമുക്ക് ഗോദയിൽ ഇറങ്ങി നോക്കാം. അപ്പോൾ ഷാർലറ്റ്സ് വെബ് ചാപ്റ്റർ 1 ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഈ പുസ്തകത്തിന് 180ഓളം പേജുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വാങ്ങാവുന്നതാണ്, വായിക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ഭാഗം മാത്രമാണ് വിവരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1, ആദ്യത്തെ ചാപ്റ്റർ, ബിഫോർ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ പറയുക എന്ന് നമുക്ക് മനസ്സിലായി. ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങാൻ കേട്ടോ. വേഴ്സ് പാപ്പ ഗോയിങ് വിത്ത് ദാറ്റ് ആക്സ് സെഡ് ഫേൺ ടു ഹെർ മദർ ആസ് ദേ വർ സെറ്റിംഗ് ദ ടേബിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. വേഴ്സ് പാപ്പ ഗോയിങ് വിത്ത് ദ ആക്സ്. പാപ്പ മഴുവും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വേർ ഈസ് പാപ്പ ഗോയിങ്? പാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ. നമ്മൾ
മലയാളത്തിൽ അച്ഛൻ, ബാപ്പ, ഉപ്പ, പപ്പ, ഡാഡി എന്നൊക്കെ വിളിക്കുന്ന പോലെ ഒരു പദമാണ് പാപ്പ. പാപ്പ എങ്ങോട്ടാണ് പോകുന്നത്? വിത്ത് ദാറ്റ് ആക്സ്, ആ മഴുവും കൊണ്ട്. അപ്പോൾ പാപ്പ മഴവും കൊണ്ട് പുറത്തുകൂടെ പോകുന്നുണ്ട്, അത് എങ്ങോട്ടാണെന്ന് ചോദിക്കുകയാണ്. ആരാണ് ചോദിക്കുന്നത് നോക്കാം. സെഡ് ഫേൺ ടു ഹെർ മദർ. ഫേൺ പറഞ്ഞു. ഫേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ പെൺകുട്ടിയാണ്, ഈ ഒരു കഥയിലെ മുഖ്യ കഥാപാത്രമായിട്ടുള്ള പെൺകുട്ടിയാണ്. സെഡ് ഫേൺ, ഫേൺ പറഞ്ഞു ടു ഹെർ മദർ, അവളുടെ അമ്മയോട്. ഓക്കെ, സെഡ് ഫേൺ ടു ഹെർ മദർ. അപ്പോൾ നമ്മൾ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്കതിനെ ഒറ്റയടിക്ക് മുഴുവനായിട്ട് വായിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല. ഉദാഹരണത്തിന് സെഡ് ഫേൺ ടു ഹെർ മദർ ആസ് ദേ വർ സെറ്റിംഗ് ദ ടേബിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിലേക്ക് ഒന്നും ചിലപ്പോൾ വരണമെന്നില്ല. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ എന്ത് ചെയ്യുക? പീസാക്കിയിട്ട് വായിക്കും. ഓരോ സെൻറ്റൻസിനെയും മുറിച്ച് വായിക്കും. അപ്പോൾ എവിടെയാണ് മുറിക്കേണ്ടത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകളെ ആ രൂപത്തിൽ മനസ്സിലാക്കി വെക്കും. ഉദാഹരണത്തിന് ടു എന്നുള്ള വാക്ക് വരുമ്പോഴൊക്കെ അതിന് തൊട്ട് മുമ്പ് സ്റ്റോപ്പ് ചെയ്തിട്ട് മനസ്സിലാക്കുക. അപ്പോൾ സെഡ് ഫേൺ, ഫേൺ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത മുറിവ് നോക്കാം. ടു ഹെർ മദർ, അവളുടെ അമ്മയോട്. പിന്നെ മറ്റൊരു വാക്കാണ് ആസ്. ഓക്കെ, ആസ് വരുമ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾ ആ സെൻറ്റൻസ് അതിൻ്റെ മുന്നിൽ വെച്ച് നിർത്തുക. അതാണ് നമ്മൾ ടു ഹെർ മദർ എന്നുള്ളത് നിർത്തിയത്. ഓക്കെ, അപ്പോൾ സെഡ് ഫേൺ, ഫേൺ പറഞ്ഞു ടു ഹെർ മദർ, അവളുടെ അമ്മയോട്. ആസ് ദേ വേർ സെറ്റിംഗ് ദ ടേബിൾ. ഓക്കെ, പിന്നെ ഫോർ വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്യാം. അതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന ഓരോ വാക്കുകളാണ്. അത് നിങ്ങളിങ്ങനെ കട്ട് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഓട്ടോമാറ്റിക്കലി വരും കേട്ടോ. ആദ്യമൊക്കെ നമ്മൾ ഇങ്ങനെ കുറച്ചൊരു തപ്പിപ്പുഴ ഉണ്ടാവും, അത് കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. ഓക്കെ, ആസ് ദേ വേർ സെറ്റിംഗ് ദ ടേബിൾ. അപ്പോൾ ആസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം നടക്കുന്ന അതേ സമയത്ത് മറ്റൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നൊരു പദമാണ്. നമ്മൾ ആസിൻ്റെ ഒരു വീഡിയോയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആസ്, വെൻ, വൈൽ എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ് ദേ വേർ സെറ്റിംഗ് ദ ടേബിൾ, അവർ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ദേ വേർ ആയിരുന്നു, സെറ്റിംഗ് ദ ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഫേൺ അമ്മയോട് ടു ഹെർ മദർ പറഞ്ഞത് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. ടേബിൾ എന്തിനാണ് സെറ്റ് ചെയ്യുന്നത്? സെറ്റിംഗ് ടേബിൾ ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ സെഡ് ഫേൺ പറഞ്ഞു ടു ഹെർ മദർ, അവളുടെ അമ്മയോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വേഴ്സ് പാപ്പ ഗോയിങ് വിത്ത് ദാറ്റ് ആക്സ്, ആ മഴവും പിടിച്ച് പാപ്പ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന്. അപ്പോൾ അമ്മ മറുപടി പറയാണ് ഔട്ട് ടു ദ ഹോഗ് ഹൗസ്. ഔട്ട് ടു ദ ഹോഗ് ഹൗസ്. അപ്പോൾ ഹോഗ് ഹൗസിലേക്കാണ് പോകുന്നത്. ഓക്കെ, പുറത്ത് ഹോഗ് ഹൗസ് ഉണ്ട്, ഹോഗ് ഹൗസിലേക്കാണ് പോകുന്നത്. എന്താണ് ഹോഗ് ഹൗസ്? അപ്പോൾ ഹോഗ് എന്താണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഹോഗ് നമ്മൾ അറിയണമെങ്കിൽ, നമുക്ക് ഒരു വാക്കിൻ്റെ അർത്ഥം അറിയില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഡിക്ഷണറി എടുക്കേണ്ടതായിട്ട് വരും അല്ലേ? ഡിക്ഷണറി എടുക്കുമ്പോൾ ഓക്കെ, നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഡിക്ഷണറി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്യാം, മൊബൈൽ ഫോണിലുള്ള ഡിക്ഷണറികൾ യൂസ് ചെയ്യാം. മലയാളത്തിൽ ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ഡിക്ഷണറിയാണ് olam.in. ഓക്കെ, അപ്പോൾ ഹോഗ് എന്താണ് നമുക്കിവിടെ നോക്കാം. ഹോഗ് എന്നുള്ള പദത്തിന് അർത്ഥം നിങ്ങൾക്ക് കാണാം. അധമൻ, വൃത്തികെട്ടവൻ, പന്നി, അധിഭാഷകൻ, സുകരം, വരാഹം, സുകരം. ഓക്കെ, അപ്പോൾ പന്നി എന്നുള്ളൊരു അർത്ഥം നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ ഹോഗ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പന്നിയുടെ കൂടിനാണ് ഹോഗ് ഹൗസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ട് ടു ദ ഹോഗ് ഹൗസ്. പന്നി അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ നമ്മൾ പാർപ്പിക്കുന്ന ചെറിയൊരു കൂടുണ്ടാവുമല്ലോ, നമ്മൾ കോഴിക്കൂട് എന്നൊക്കെ പറയുന്ന പോലെ പന്നിക്കൂട്. ഓക്കെ, കോഴിക്കോടും പന്നിക്കോടും പറഞ്ഞപ്പോഴാണ് കോഴിക്കോട് എന്നുള്ളതും പന്നിക്കോട് എന്നുള്ളതും കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റിലെ രണ്ട് സ്ഥലങ്ങളാണ്. ഔട്ട് ടു ദ ഹോഗ് ഹൗസ്. അപ്പോൾ ഹോഗ് ഹൗസിലേക്കാണ് പോകുന്നത്, അഥവാ മൃഗങ്ങളെയൊക്കെ വളർത്തിയിട്ടുള്ള പന്നികളുടെ ആ ഒരു താമസ സ്ഥലം, അവരുടെ കൂട്ടിലേക്കാണ് പോകുന്നത് എന്നർത്ഥം. റിപ്ലൈഡ് മിസ്സിസ് ആരബിൾ. മിസ്സിസ് ആരബിൾ മറുപടി പറഞ്ഞു. റിപ്ലൈഡ് മറുപടി പറഞ്ഞു. മിസ്സിസ് ആരബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരബിളിൻ്റെ വൈഫ് എന്നാണ് മിസ്സിസ് ആരബിൾ. മിസ്റ്റർ ആരബിളിൻ്റെ വൈഫാണ് മിസ്സിസ് ആരബിൾ. ഓക്കെ, അപ്പോൾ മിസ്സിസ് ആരബിൾ ആണ് ഫേണിൻ്റെ അമ്മ. റൈറ്റ്. സം പിഗ്സ് were born last night. കുറച്ച് പന്നികൾ, സം പിഗ്സ് എന്ന് പറഞ്ഞാൽ പന്നിക്കുട്ടികൾ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. were born, അവർ ജനിച്ചിട്ടുണ്ട്. ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം രാത്രി, ഇന്നലെ രാത്രി കുറച്ച് പന്നിക്കുട്ടികൾ ജന്മമെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കിതൊന്ന് പാരഗ്രാഫ് ഒന്നും കൂടി സിമ്പിളാക്കാം. കാരണം നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ഡിക്ഷണറി പോയി അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ആകെ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകാം. നമുക്കൊന്ന് ചുരുക്കി പറയാം. പാപ്പ എങ്ങോട്ടാണ് മഴവും എടുത്ത് പോകുന്നത്? ഫേൺ അവളുടെ അമ്മയോട് ചോദിച്ചു. ആ സമയത്ത് അവർ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ടേബിൾ ഒരുക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ അമ്മ പറഞ്ഞു
പുറത്ത് ഹോഗ് ഹൗസിലേക്കാണ് പോകുന്നത്. കുറച്ച് പന്നിക്കുട്ടികൾ അവിടെ ഇന്നലെ രാത്രി ജനിച്ചിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്. അപ്പോൾ പന്നിക്കുട്ടികൾ ജനിക്കുന്നിടത്ത് മഴവും കൊണ്ട് എന്തിനാണ് പോകുന്നത് എന്നുള്ളതാണ് പിന്നെ അടുത്ത ചോദ്യം. അതാണ് ഫേൺ ചോദിക്കുന്നത്. എന്ത്? ഐ ഡോണ്ട് സീ വൈ ഹി നീഡ്സ് ആൻ ആക്സ്. ഓക്കെ, ഐ ഡോണ്ട് സീ, ഞാൻ കാണുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ, ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താണ്? വൈ ഹി നീഡ്സ് ആൻ ആക്സ്, എന്താ ഒരു മഴുവിൻ്റെ ആവശ്യം? പപ്പയ്ക്ക് എന്തിനാണ് ഒരു മഴു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കൂട്ടിലേക്ക് പോയിക്കോട്ടെ, ഹോഗ് ഹൗസിൽ പോയി നോക്കിക്കോട്ടെ, അതിനെന്തിനാ മഴവും കൊണ്ട് പോകുന്നത്? കണ്ടിന്യൂഡ് ഫേൺ, ഫേൺ തുടർന്ന് ചോദിച്ചു. ഓക്കെ, ഹു വാസ് ഓൺലി 8. ഫേണിൻ്റെ വയസ്സ് എത്രയായിരുന്നു? വാസ്, അവളായിരുന്നു, ഓൺലി 8 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഫേൺ അങ്ങനെ ചോദിക്കുകയാണ്. പന്നിക്കുട്ടികൾ ജനിച്ചു, നല്ല കാര്യം, അതിന് മഴവും കൊണ്ട് എന്തിനാണ് പോകുന്നത്? വല്ല ബർത്ത്ഡേ പ്രസൻ്റ് ആയിട്ടൊക്കെ പോകുന്നതല്ലാണ്ട് മഴവും കൊണ്ടാണ് പോകുന്നത്. വെൽ സെഡ് ഹെർ മദർ. വെൽ എന്ന് നമ്മൾ സംഭാഷണത്തിന് ഇടയിൽ ഉപയോഗിക്കുന്ന ഒരു ഭാഷാ ശൈലിയാണ്. വെൽ സെഡ് ഹെർ മദർ, അവളുടെ അമ്മ പറഞ്ഞു. എന്ത്? വെൽ, അത് വൺ ഓഫ് ദ പിഗ്സ് ഈസ് എ റണ്ട്. വൺ ഓഫ് ദ പിഗ്സ്, ആ പന്നികളിൽ ഒന്ന്, അഥവാ ജനിച്ചിട്ടുള്ള പന്നിക്കുട്ടികളിൽ ഒരു പന്നി, ഈസ് എ റണ്ട്, അത് ഒരു കുള്ളനാണ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. ഓക്കെ, അതാണ് റണ്ട്. അപ്പോൾ റണ്ടിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഇവിടെ പോകുന്നു, റണ്ട് നമ്മൾ അടിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാം, കുള്ളൻ, ചെറുമൃഗം, ഒരിനം പ്രാവ്, ചെറിയ ഇനം കാള, ദുർബലൻ, ഈ അർത്ഥത്തിലൊക്കെ കൂട്ടത്തിൽ ശരാശരിയിൽ താഴ്ന്ന വലിപ്പമുള്ള മൃഗം. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ഓളത്തിൽ ഇല്ലാത്തൊരു സംഗതി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നേരിട്ട് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യും. ഇവിടെ ആ വാക്കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് ഇവിടെ ഇംഗ്ലീഷിൽ കിട്ടും. ഓക്കെ, എ സ്മോൾ പിഗ് ഓർ അതർ ആനിമൽ എസ്പെഷ്യലി ദ സ്മോളസ്റ്റ് ഇൻ എ ലിറ്റർ. ഓക്കെ, അപ്പോൾ ചെറിയൊരു മൃഗം എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇവിടെ വീണ്ടും നോക്കാം. വൺ ഓഫ് ദ പിഗ്സ് ഈസ് എ റണ്ട്. ഒരു പിഗുകളിൽ ഒന്ന്, പന്നിക്കുട്ടികളിൽ ഒന്ന് വളരെ ചെറുതാണ്, വീക്കാണ്. ഇറ്റ്സ് വെരി സ്മോൾ, അത് വളരെ ചെറുതാണ്. ആൻഡ് വീക്ക്, വളരെ ദുർബലാണ്, വളരെ ശോഷിച്ചതാണ്. ആൻഡ് ഇറ്റ് വിൽ നെവർ എമൗണ്ട് ടു എനിത്തിങ്. ആൻഡ് കൂടാതെ, ഇറ്റ് വിൽ നെവർ, ഒരിക്കലും ആവുകയില്ല. ഓക്കെ, ഇറ്റ് വിൽ നെവർ എന്താണ്? എമൗണ്ട് ടു എനിത്തിങ്. എമൗണ്ട് ടു എനിത്തിങ് എന്ന് പറഞ്ഞതാ ഒന്നിനും എമൗണ്ട് ആവാത്തത് എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റുകയില്ല. അപ്പം നമ്മൾ കൂട്ടി യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ എമൗണ്ട് ടു എനിത്തിങ്, അതിനെക്കൊണ്ട് ഒന്നിനും പറ്റില്ല, അതുകൊണ്ട് കാര്യമില്ല. ഓക്കെ, ആ പന്നിക്കുട്ടി അത്രയും ചെറുതാണ്, വളരെ വീക്കാണ്, അതിനെക്കൊണ്ടൊന്നും പറ്റില്ല. സോ യുവർ ഫാദർ, അതുകൊണ്ട് നിൻ്റെ ഫാദർ, സോ യുവർ ഫാദർ ഹാസ് ഡിസൈഡഡ്. ഓക്കെ, ടു ഇവിടെ വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ അതിന് മുമ്പ് ബ്രേക്ക് ചെയ്തു. സോ യുവർ ഫാദർ ഹാസ് ഡിസൈഡഡ്, അതുകൊണ്ട്, സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്, യുവർ ഫാദർ ഹാസ് ഡിസൈഡഡ്, നിൻ്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. ടു ഡു എവേ വിത്ത് ഇറ്റ്. ഓക്കെ, ടു ഡു എവേ വിത്ത് ഇറ്റ്. എന്താ ടു ഡു എവേ വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതിനെ ദൂരെ കൊണ്ട് കളയാനാണോ? ഓക്കെ, അപ്പോൾ ടു എന്ന് കഴിഞ്ഞു, പിന്നെ എന്താണ്? ഡു എവേ വിത്ത് ഇറ്റ്. അപ്പോൾ ഡു എവേ വിത്ത് എന്നുള്ളതിനൊരു അർത്ഥം ഉണ്ടാവും. നമുക്ക് എന്ത് ചെയ്യാം? ഓളത്തിൽ തന്നെ നോക്കാം. ഡു എവേ വിത്ത്, അവിടെ ഉണ്ട്, കാണാം. ഡു എവേ വിത്ത് സെർച്ച് ചെയ്യാം. ഡു എവേ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക, ഇല്ലായ്മ ചെയ്യുക. അപ്പോൾ ഡു എവേ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തീർപ്പാക്കുക, തീരുമാനമാക്കുക. ഓക്കെ, അതിനെ അവസാനിപ്പിക്കാൻ നിൻ്റെ ഫാദർ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പന്നിക്കുട്ടിയെ കൊന്നുകളയാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എന്ത് ചെയ്തു? അമ്മ ഫേണിനോട് പറഞ്ഞു. ഓക്കെ, സോ യുവർ ഫാദർ ഹാസ് ഡിസൈഡഡ്, അതുകൊണ്ട് നിൻ്റെ അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ട്. ടു ഡു എവേ വിത്ത് ഇറ്റ്, അതിനെ അവസാനിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാൻ, കൊന്നുകളയാൻ. ഓക്കെ, അപ്പോൾ ചോദിക്കുക, ഡു എവേ വിത്ത് ഇറ്റ്. ഓക്കെ, ഡു എവേ വിത്ത് ഇറ്റ്, അതിനെ അവസാനിപ്പിക്കേ. ഷ്രീക്ക്ഡ് ഫേൺ, ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഷ്രീക്ക് എന്ന് പറഞ്ഞാൽ അലറുക എന്നാണ് അർത്ഥം. നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കുക. ഓക്കെ, ഷ്രീക്ക്ഡ് ഫേൺ, ഫേൺ അലറി. ഓക്കെ, ആർത്ത് വിളിച്ചു. യു മീൻ കിൽ ഇറ്റ്, യു മീൻ നിങ്ങൾ അർത്ഥമാക്കുന്നത് കിൽ ഇറ്റ്, അതിനെ കൊന്നുകളയുകയാണോ? അപ്പോൾ യു മീൻ കിൽ ഇറ്റ്, അതിനെ കൊല്ലുകയാണോ നിങ്ങൾ? ഡു എവേ വിത്ത് ഇറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിനെ കൊല്ലാനോ? ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോളർ ദാൻ ദി അതേഴ്സ്. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോളർ, അത് ചെറുതായതുകൊണ്ട് മാത്രം. ജസ്റ്റ് എന്ന് പറയുമ്പോൾ മാത്രമോ എന്നുള്ള ഒരു അർത്ഥമാണ് തുടക്കത്തിൽ ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മീനിങ്. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഈസ് സ്മോളർ, അത് ചെറുതായതുകൊണ്ട് മാത്രമാണോ? ദാൻ ദ അതേഴ്സ്, മറ്റുള്ളവയേക്കാൾ. അപ്പോൾ കുറേ പന്നിക്കുട്ടികൾ അവിടെ ഉണ്ട്, അതിലൊന്ന് വളരെ ചെറുതാണ്, അതുകൊണ്ട് മാത്രം നിങ്ങൾ അതിനെ കൊല്ലുകയാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവയേക്കാൾ ഒന്ന് ചെറുതായി പോയി എന്നുള്ളത് കാരണം കൊണ്ട് നിങ്ങൾ അതിനെ കൊല്ലാൻ തീരുമാനിക്കുകയാണോ എന്ന് ചോദിച്ചു.
ഓക്കെ, നമ്മളതിൻ്റെ കണ്ടൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലപ്പോൾ അതിലുള്ള ഓരോ വേർഡിൻ്റെ അർത്ഥം നമുക്ക് കിട്ടണമെന്നില്ല. ചിലപ്പോൾ ഓരോ വേർഡിനും നമുക്ക് ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ അർത്ഥം തന്നെ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം കിട്ടിയില്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നമുക്കതിൻ്റെ ടോട്ടൽ മീനിങ്, കണ്ടൻറ്റ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, മിസ്സിസ് ആരബിൾ പുട്ട് എ പിക്ചർ ഓഫ് ക്രീം ഓൺ ദ ടേബിൾ. മിസ്സിസ് ആരബിൾ പുട്ട് എ പിക്ചർ ഓഫ് ക്രീം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പീസാക്കി. മിസ്സിസ് ആരബിൾ എന്ത് ചെയ്തു? പുട്ട് എ പിക്ചർ ഓഫ് ക്രീം. പിക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭരണി, ഒരു ചെറിയ പാത്രം ഒക്കെയാണ് അർത്ഥം. അപ്പോൾ ക്രീമിൻ്റെ ഒരു പിക്ചർ അവിടെ വെച്ചു. പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ചു. എവിടെ? ഓൺ ദ ടേബിൾ. ടേബിളിന് പുറത്തൊരു ക്രീമിൻ്റെ ഒരു ഭരണി അവിടെ വെച്ചു. ഓക്കെ, പിക്ചർ അവിടെ വെച്ചു. ഡോണ്ട് യെൽ ഫേൺ. യെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിളിക്കണ്ട അല്ലെങ്കിൽ ആർക്കണ്ട, നീ അവിടെ കിടന്ന് ഇങ്ങനെ ഒച്ചയിടണ്ട. ഡോണ്ട് യെൽ ഫേൺ. ഫേൺ നീ ഒച്ചയിടല്ല. ഷീ സെഡ്, അവൾ പറഞ്ഞു. യുവർ ഫാദർ ഈസ് റൈറ്റ്. നിൻ്റെ അച്ഛൻ ചെയ്യുന്നതാണ് ശരി. യുവർ ഫാദർ ഈസ് റൈറ്റ്. നിൻ്റെ അച്ഛനാണ് ശരി. ദ പിഗ് വുഡ് പ്രോബബ്ലി ഡൈ എനിവേ. ദ പിഗ്, ആ പന്നി, വുഡ് പ്രോബബ്ലി ഡൈ എനിവേ. അതെന്തായാലും തന്നെ അത് മരിച്ചു പോകും അല്ലെങ്കിൽ ചത്തുപോകും. വുഡ് പ്രോബബ്ലി ഡൈ എനിവേ. എന്ത് തന്നെ ആയാലും ആ പന്നിക്കുട്ടി ചത്തുപോകും. ഓക്കെ, ഫേൺ പുഷ്ഡ് എ ചെയർ ഔട്ട് ഓഫ് ദി വേ. ഓക്കെ, ഫേൺ പുഷ്ഡ് എ ചെയർ ഔട്ട് ഓഫ് ദി വേ ആൻഡ് റാൻ ഔട്ട്ഡോർസ്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നമ്മൾ ബ്രേക്ക് ചെയ്യണം. എങ്ങനെയാണ്? ഫേൺ പുഷ്ഡ് എ ചെയർ, അവിടെ നമ്മൾ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഫേൺ ഒരു ചെയർ എടുത്ത് തള്ളി. ഓക്കെ, പുഷ് ചെയ്തു, ഒന്ന് തള്ളിയിട്ടു. ഔട്ട് ഓഫ് ദ വേ. ഔട്ട് ഓഫ് ദ വേ എന്ന് പറയുന്നത് വഴിയിൽ നിന്ന്. അപ്പോൾ അവൾ വഴിയിലൂടെ അങ്ങോട്ട് പോവുകയാണ്, ഓടുകയാണ്. ആ സമയത്ത് മുമ്പിലുണ്ടായിരുന്ന ഒരു ചെയർ എന്ത് ചെയ്തു? അവിടെ തള്ളിയിട്ടു. ഔട്ട് ഓഫ് ദ വേ, വഴിയിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് പുറത്തേക്ക് തള്ളിയിട്ടു. ആൻഡ് റാൻ ഔട്ട്ഡോർസ്. ആൻഡിന് മുമ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ആൻഡ് റാൻ ഔട്ട്ഡോർസ്. അങ്ങനെ പുറത്തേക്ക് ഓടി. ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ വീടിന് പുറത്തേക്ക് ഓടി. ദ ഗ്രാസ് വാസ് വെറ്റ്. ഓക്കെ, ആൻഡിന് മുമ്പ് നമ്മൾ വീണ്ടും ബ്രേക്ക് ചെയ്യാം. ദ ഗ്രാസ് വാസ് വെറ്റ് ആൻഡ് ദ എർത്ത് സ്മെൽഡ് ഓഫ് സ്പ്രിംഗ് ടൈം. ദ ഗ്രാസ് വാസ് വെറ്റ്. പുല്ലുകളൊക്കെ നനഞ്ഞു കിടപ്പായിരുന്നു. ആൻഡ് ദ എർത്ത്, ഭൂമി അല്ലെങ്കിൽ മണ്ണ്, ചുറ്റുപാട്. സ്മെൽഡ് ഓഫ് സ്പ്രിംഗ് ടൈം. സ്പ്രിംഗ് ടൈമിൻ്റെ സുഗന്ധം അല്ലെങ്കിൽ വാസന അവിടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്പ്രിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്രിംഗ് നിങ്ങൾക്കറിയാം, വസന്തം. ഓക്കെ, ആ സമയത്തുള്ള ഒരു അറ്റ്മോസ്ഫിയർ പുറത്തുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഭൂമിയുടെ മണം. നമ്മൾ സാഹിത്യമായിട്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ പറയാം. ദ എർത്ത് സ്മെൽഡ് ഓഫ് സ്പ്രിംഗ് ടൈം. ഭൂമിക്ക് വസന്തത്തിൻ്റെതായ ആ ഒരു വസന്തകാലത്തിൻ്റെ സുഗന്ധം ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വാസനയും മണമൊക്കെ അവിടെ ഉണ്ടായിരുന്നു പുറത്ത്. ഫേൺസ് സ്നീക്കേഴ്സ് വേർ സോപ്പിംഗ് ബൈ ദ ടൈം ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ. ഫേൺസ് സ്നീക്കേഴ്സ് വേർ സോപ്പിംഗ്. അത് അവിടെ നമുക്ക് ബ്രേക്ക് ചെയ്യാം. ബൈ ദ ടൈം ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ. അപ്പോൾ സ്നീക്കേഴ്സ് ആൻഡ് സോപ്പിംഗ് രണ്ട് പദങ്ങൾ ചില ആളുകൾക്ക് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സ്നീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും അറിയാം. സ്പോർട്സിലൊക്കെ നന്നായിട്ട് എന്താ പറയുക, കളിക്കുന്ന ആളുകൾക്ക് സ്നീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം അറിയാം. പിന്നെ ചില ആളുകൾക്ക് സ്നിക്കേഴ്സ് മാത്രമേ അറിയുള്ളൂ. ഓക്കെ, സ്നീക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഒരുവിധം ഘനം കുറഞ്ഞ് ഉപയോഗിക്കാൻ സുഖമുള്ള ഷൂ. ഓക്കെ, സ്നീക്കേഴ്സ്. പിന്നെ സോപ്പിംഗ് അല്ലേ, സോപ്പിംഗ് അവിടെ നിങ്ങൾക്ക് താഴെ കാണാം. സോപ്പിംഗ് വികാരഭരിതം, കുതിർത്ത, വളരെ നനഞ്ഞ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പുല്ല് വെറ്റാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നിട്ട് നമ്മൾ സ്നീക്കേഴ്സ് അഥവാ ഫേണിൻ്റെ ഷൂസ്, സ്നീക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഷൂ. വേർ സോപ്പിംഗ് അത് നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. വേർ സോപ്പിംഗ് അത് നനഞ്ഞ് കുതിരുകയായിരുന്നു. ബൈ ദ ടൈം ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ. അപ്പോൾ ബൈ ദ ടൈം എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, സമയത്ത് ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ, അവളുടെ അച്ഛൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും. അതാണ് ബൈ ദ ടൈം ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ. ഇത്രയും നേരം നമ്മൾ ഇത്രയും ലെങ്ത്തിലുള്ള സെൻറ്റൻസിൻ്റെ അർത്ഥം ബൈ ദ ടൈം ഷീ കോട്ട് അപ്പ് വിത്ത് ഹർ ഫാദർ, അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും. ഓക്കെ, കോട്ട് അപ്പ് വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെത്തി എന്നർത്ഥം. ഫാദറിന് അടുത്ത് എത്തിയപ്പോഴേക്കും അവളുടെ സ്നീക്കേഴ്സ് ഷൂ ഒക്കെ നനഞ്ഞ് കുതിർന്നിരുന്നു. ഓക്കെ, റൈറ്റ്. പ്ലീസ് ഡോണ്ട് കിൽ ഇറ്റ്. അപ്പോൾ അച്ഛൻ മഴവെടുത്ത് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫേൺ ഓടി വന്നിട്ട് അച്ഛൻ്റെ മുമ്പിലെത്തി. പ്ലീസ് ഡോണ്ട് കിൽ ഇറ്റ്, ദയവായിട്ട് അതിനെ കൊല്ലരുത്. ഷീ സോബ്ഡ് എന്ന് പറഞ്ഞാൽ അവൾ കരഞ്ഞു, തേങ്ങിക്കരഞ്ഞു. ഇറ്റ്സ് അൺഫെയർ, അത് ശരിയല്ല. ഫെയർ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ഇറ്റ്സ് അൺഫെയർ, അതൊരിക്കലും ശരിയല്ല. മിസ്റ്റർ ആരബിൾ സ്റ്റോപ്പ്ഡ് വാക്കിംഗ്. അപ്പോൾ ആരബിൾ എന്ത് ചെയ്തു?
നടത്തം നിർത്തി. കുട്ടി മുമ്പിലുണ്ട്, കുട്ടി കരയാണ്, കുട്ടി പറയണ കൊല്ലരുത്, ശരിയല്ല, അങ്ങനെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരബിൾ അവിടെ നിന്നു. ഫേൺ ഹി സെഡ് ജെന്റ്ലി. ജെന്റ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൃദുവായി, മാന്യമായി. ഹി സെഡ് ജെന്റ്ലി, യു വിൽ ഹാവ് ടു ലേൺ ടു കൺട്രോൾ യുവർ സെൽഫ്. യു വിൽ ഹാവ് ടു ലേൺ, നീ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, നീ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നീ പഠിക്കേണ്ടതുണ്ട്. യു വിൽ ഹാവ് ടു ലേൺ ടു കൺട്രോൾ യുവർ സെൽഫ്. നിന്നെ കൺട്രോൾ ചെയ്യാൻ നീ പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, കൺട്രോൾ മൈ സെൽഫ്, ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുകയോ. യെൽഡ് ഫേൺ ആർത്തു. ഫേൺ ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. ദിസ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഓക്കെ, ദിസ് ഈസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ഇത് ജീവിതവും മരണവുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ദിസ് ഈസ് മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും കാര്യമാണ്, വലിയ സംഗതിയാണ്. ദിസ് എ മാറ്റർ ഓഫ് ലൈഫ് ആൻഡ് ഡെത്ത്. ജീവൻ മരണ പോരാട്ടമാണെന്നൊക്കെ പറയുന്ന പോലെ ഒരു സംഗതി. ആൻഡ് യു ടോക്ക് അബൌട്ട് കൺട്രോളിങ് മൈ സെൽഫ്. ഓക്കെ, നിങ്ങൾ പോകുന്നത് ഇതിലാണ്. ഒരു മഴ എടുത്ത് കണ്ട് ഒരു പന്നിക്കുഞ്ഞിനെ, ഒരു കൊച്ചു പന്നിക്കുഞ്ഞിനെ തീർത്ത് കളയാൻ വേണ്ടി പോവുകയാണ്. ജീവിതവും മരണവും എന്ന് പറയുന്നത് അതാണ്, പന്നിയുടെ ജീവിതവും മരണവുമാണ്. ആൻഡ് യു ടോക്ക് അബൌട്ട് കൺട്രോളിങ് മൈസെൽഫ്. എന്നിട്ട് എന്നോടാണ് പറയുന്നത് എന്ത്? യു ടോക്ക് അബൌട്ട്, താങ്കൾ സംസാരിക്കുന്നു അബൌട്ട് എന്തിനെ കുറിച്ച്? കൺട്രോളിങ് മൈസെൽഫ്, എന്നെ നിയന്ത്രിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളാണ് കൊല്ലാൻ പോകുന്നത്. എന്നിട്ട് എന്നെ കൺട്രോൾ ചെയ്യുന്നതിനെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? Tears ran down her cheeks and she took hold of the axe and tried to pull it off her father's hand. വലിയൊരു സെൻറ്റൻസ് ആണ്, നമുക്കതിനെ ബ്രേക്ക് ചെയ്യാം. ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണുനീർ. ടിയേഴ്സ് റാൻ ഡൗൺ, കണ്ണുനീര് താഴോട്ട് വീണു. അപ്പോൾ റാൻ ഡൗൺ എന്നുള്ളതിന് ഈ ഡി ഇവിടെ ആവശ്യമില്ല കേട്ടോ. റാൻ ഡൗൺ എന്ന് ഞാൻ അറിയാതെ ടൈപ്പ് ചെയ്താണ്. ടിയേഴ്സ് റാൻ ഡൗൺ ഹെർ ചീക്സ്, അവളുടെ കവിളുകളിലൂടെ. ചീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കവിളുകൾ. അപ്പോൾ അവളുടെ കവിളുകളിലൂടെ കണ്ണുനീര് താഴേക്ക് ഇങ്ങനെ ഉരുണ്ട് വീണു. ഓക്കെ, റാൻ ഡൗൺ. പിന്നെ ആൻഡിൻ്റെ അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തു. ആൻഡ് ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ആക്സ്, വീണ്ടും ഒരു ആൻഡ് വരുന്നുണ്ട്, അതിനു മുമ്പ് നമ്മളത് വീണ്ടും ബ്രേക്ക് ചെയ്തു. ആൻഡ് കൂടാതെ ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ആക്സ്, അവൾ മഴുവിൽ പിടിച്ചു. ഷീ ടുക്ക് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പിടിച്ചു ഓഫ് ദ ആക്സ്, അല്ലെങ്കിൽ മഴുവിൻ്റെ ഹോൾഡ് അവൾ പിടിച്ചു, അങ്ങനെയാവാം. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ആക്സ്, മഴുവിൻ്റെ ഒരു ഹോൾഡ്, പിടുത്തം അവൾ എടുത്തു. ആൻഡ് ട്രൈഡ് ടു പുൾ ഇറ്റ് ഓഫ് ഹെർ ഫാദേഴ്സ് ഹാൻഡ്. ഓക്കെ, ആൻഡ് ട്രൈഡ് എന്ന് ശ്രമിച്ചു. എന്തിന്? ടു വരുന്നുണ്ട് ഇവിടെ അല്ലേ, അപ്പോൾ നമ്മൾ അവിടെ കട്ട് ചെയ്യാം. ആൻഡ് ട്രൈഡ്, എന്നിട്ട് അവൾ ശ്രമിച്ചു. ടു പുൾ ഇറ്റ് ഓഫ് ഹെർ ഫാദേഴ്സ് ഹാൻഡ്. ടു പുൾ ഇറ്റ് ഓഫ് ഹെർ ഫാദേഴ്സ് ഹാൻഡ്, അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നും അത് വലിച്ചെടുക്കാൻ. ടു പുൾ ഇറ്റ്, അപ്പോൾ അച്ഛൻ്റെ കയ്യിലുള്ള മഴുവിൻ്റെ പിടുത്തത്തിൽ അവൾ പിടിച്ചിട്ട് അത് പിടിച്ച് വലിക്കാൻ വേണ്ടി അവൾ ശ്രമിച്ചു. ഓക്കെ, അവളുടെ കവിളുകളിലൂടെ കണ്ണുനീർ താഴേക്ക് വന്നു. ആൻഡ് ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ആക്സ്, അങ്ങനെ അവൾ മഴുവിൻ്റെ പിടുത്തത്തിൽ പിടിച്ചു. ആൻഡ് ട്രൈഡ് ടു പുൾ ഇറ്റ്, അങ്ങനെ വലിക്കാൻ ശ്രമിച്ചു. ഓഫ് ഹെർ ഫാദേഴ്സ് ഹാൻഡ്, ഫാദറിൻ്റെ കയ്യിൽ നിന്നും അത് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. ഓക്കെ, അപ്പോൾ സംഭവം നമുക്ക് മനസ്സിലാവുക എന്നുള്ളതാണ്. നമ്മളതിൽ ഈച്ച് ആൻഡ് എവറി വേർഡിൻ്റെ അർത്ഥവും അതുകൊണ്ട് കറക്റ്റ് എന്താ ഉദ്ദേശിക്കുന്നത് മലയാളത്തിൽ കറക്റ്റായിട്ട് എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം, അത് ഇമ്പോസിബിളാണ്. ഒരു ഭാഷയിലുള്ള ഒരു കൃതി കൃത്യമായിട്ട് മലയാളത്തിലേക്ക് പദാനുപത തർജ്ജമ ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കതിലെ കണ്ടന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. ഓക്കെ, ഫേൺ സെഡ് മിസ്റ്റർ ആരബിൾ പറഞ്ഞു എന്ത്? I know more about raising a litter of pigs than you do. A weakling makes trouble. Now run along. Okay. Fern said Mr. Arable. Mr. Arable പറയാണ്, I know, എനിക്കറിയാം, more about raising a litter of pigs. ലിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായിട്ട് പ്രസവിച്ച കുട്ടികൾ, മൃഗക്കുഞ്ഞുങ്ങൾക്കാണ് ലിറ്റർ എന്ന് പറയല്, മൃഗക്കുഞ്ഞുങ്ങളുടെ കൂട്ടം. ഓക്കെ, അപ്പോൾ പന്നികളുടെ ആ ചെറിയ കൂട്ടം. ഓക്കെ, അതാണ് പന്നിക്കൂട്ടം നമുക്ക് പറയാം, ചെറിയ പന്നിക്കുട്ടികൾ എന്ന് പറയാം. അപ്പോൾ ഐ നോ, എനിക്കറിയാം, മോർ അബൌട്ട് റേസിങ്. റേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തി വലുതാക്കുക. ഓക്കെ, റേസ് ചെയ്യുക, മക്കളെ വളർത്തി വലുതാക്കുക എന്നൊക്കെ പറയാം. എ ലിറ്റർ ഓഫ് പിഗ്സ്, ഒരു പന്നിക്കൂട്ടം അല്ലെങ്കിൽ പന്നിക്കുട്ടികളെ വളർത്തി വലുതാക്കുന്നതിനെ കുറിച്ച്. അബൌട്ട് റേസിങ് എ ലിറ്റർ ഓഫ് പിഗ്സ്, പന്നിക്കുട്ടികളെ വളർത്തി വലുതാക്കുന്നതിനെ കുറിച്ച്. ഐ നോ മോർ, എനിക്കറിയാം, കൂടുതലായിട്ട് അറിയാം. ഓക്കെ, ദാൻ യു ഡു, നിനക്കറിയുന്നതിനേക്കാൾ. ഓക്കെ, അല്ലെങ്കിൽ നിന്നേക്കാൾ. അപ്പോൾ ഇവിടെ ഈ ദാൻ യു ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഡു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോ ആണ്. ഓക്കെ, ഐ നോ ദാൻ യു നോ. ഓക്കെ, അതാണ് ഡു. അപ്പോൾ നിനക്കറിയുന്നതിനേക്കാൾ കൂടുതൽ പന്നിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് വളർത്തി വലുതാക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയാം. എ വീക്ക്ലിംഗ് മേക്സ് ട്രബിൾ.
വീക്ക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശോഷിച്ചിട്ടുള്ള ഒരു ജീവി. ഓക്കെ, എ വീക്ക്ലിംഗ്, ആ ഒരു വീക്ക്ലിംഗ് മേക്സ് ട്രബിൾ, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചൊറയാണെന്ന് പറയും, ഭയങ്കര പ്രശ്നമാണ്, ഓരോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. മേക്സ് ട്രബിൾ. നൗ റൺ അലോങ്, നീ നേരെ തിരിച്ചു ഓടിക്കോ. നൗ റൺ, ഓട്. അലോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന വഴി നേരെ വീട്ടിലേക്ക് തിരിച്ചു ഓടിക്കോ എന്നാണ് പറയുന്നത്. നൗ റൺ അലോങ്. അപ്പോൾ പെൺകുട്ടി പറയുന്നത് ബട്ട് ഇറ്റ്സ് അൺഫെയർ, പക്ഷേ അത് മോശമാണ്, ഇത് ശരിയില്ല. ക്രൈഡ് ഫേൺ, ഫേൺ കരഞ്ഞു. ക്രൈഡ് എന്നുള്ള വാക്കിന് എപ്പോഴും കരഞ്ഞു എന്നുള്ള അർത്ഥം ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ഉറക്കെ കുറച്ച് വികാരഭരിതമായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് ക്രൈഡ് എന്ന് പറയുമ്പോൾ. ക്രൈഡ് ഫേൺ, ഫേൺ പറഞ്ഞു. ഇവിടെ കരയാൻ മതി. ദ പിഗ് കുഡ്ന്റ് ഹെൽപ്പ് ബീയിങ് ബോൺ സ്മോൾ, കുഡ് ഇറ്റ്? ഓക്കെ, നല്ലൊരു സെൻറ്റൻസ് ആണത്. ദ പിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെറിയ പന്നിക്കുട്ടി. കുഡ്ന്റ് ഹെൽപ്പ് ബീയിങ് ബോൺ സ്മോൾ. കുഡ്ന്റ് ഹെൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നല്ല അർത്ഥം, അതൊരു പ്രയോഗമാണ്. കുഡ്ന്റ് ഹെൽപ്പ് ബീയിങ് ബോൺ സ്മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറുതായി ജനിച്ചത് അതിൻ്റെ കുഴപ്പം കൊണ്ടല്ല. അപ്പം നമ്മൾ ഇന്ന രൂപത്തിൽ ജനിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചതല്ലല്ലോ, അത് താനെ അല്ലെങ്കിൽ മറ്റാരോ അല്ലെങ്കിൽ ദൈവം നിശ്ചയിച്ചിട്ടുള്ള ഒരു പ്രകൃതിയാണ് എന്ന് പറഞ്ഞ പോലെ ആ പന്നിക്കുട്ടിക്ക് എന്താണ് ചെറുതായി ജനിക്കണ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. ഓക്കെ, നമുക്കത് നമ്മൾ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുമല്ലോ, അപ്പോഴാണ് നമ്മൾ ഈ കുഡ്ന്റ് ഹെൽപ്പ് ഉപയോഗിക്കുക. ഐ കുഡ്ന്റ് ഹെൽപ്പ് ലോഫിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഓക്കെ എന്ന് പറയുന്ന പോലെ ദ പിഗ് കുഡ്ന്റ് ഹെൽപ്പ് ബീയിങ് ബോൺ സ്മോൾ, ആ പിഗ് ചെറിയ കുള്ളനായിട്ട് ജനിച്ചു എന്നുള്ളതിൽ അതിനൊന്നും ചെയ്യാനില്ല. ഓക്കെ, കുഡ് ഇറ്റ്, അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അങ്ങനെ കഴിയോ? ഇല്ലല്ലോ. ഇഫ് ഐ ഹാഡ് ബീൻ വെരി സ്മോൾ, ഞാൻ വളരെ ചെറുതായിരുന്നുവെങ്കിൽ, അറ്റ് ബർത്ത്, ജനിച്ചപ്പോൾ. അപ്പോൾ ആ പെൺകുട്ടി പറയണേ, ഞാൻ ജനിച്ചപ്പോൾ ഞാനും അതുപോലെ വളരെ ചെറുതായിരുന്നെങ്കിൽ, വുഡ് യു ഹാവ് കിൽഡ് മീ, നിങ്ങൾ എന്നെയും കൊല്ലുമായിരുന്നോ? ഓക്കെ, കുട്ടിയുടെ വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് കഥകളായിട്ടുള്ള ടെക്സ്റ്റുകൾ വായിക്കുമ്പോൾ നമ്മൾ സെൻറ്റൻസിലും നമ്മൾ ഈ ഒരു ഇമോഷനൊക്കെ കൊടുത്തിട്ട് വായിക്കണം. ഓക്കെ, നമ്മുടെ വികാരങ്ങളൊക്കെ നമ്മുടെ സെൻറ്റൻസിൽ വരണം. അപ്പോൾ ഇഫ് ഐ ഹാഡ് ബീൻ വെരി സ്മോൾ അറ്റ് ബർത്ത്, ഞാൻ ബർത്തിൽ ജനിച്ചപ്പോൾ വളരെ ചെറുതായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെയും കൊല്ലുമായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, വുഡ് യു ഹാവ് കിൽഡ് മീ, നിങ്ങൾ എന്നെയും കൊല്ലുമായിരുന്നോ? മിസ്റ്റർ ആൽബിൾ സ്മൈൽഡ്, മിസ്റ്റർ ആൽബിൾ ചിരിച്ചു. സെർട്ടൻലി നോട്ട്, ഉറപ്പായിട്ടുമില്ല, ഒരിക്കലുമില്ല. ഹി സെഡ്, അയാൾ പറഞ്ഞു. എന്ത്? ലുക്കിംഗ് ഡൗൺ അറ്റ് ഹിസ് ഡോട്ടർ വിത്ത് ലവ്. ലുക്കിംഗ് ഡൗൺ, താഴേക്ക് നോക്കിക്കൊണ്ട്. എന്തിനാണ് താഴേക്ക് നോക്കുന്നത്? അയാൾ നല്ല ഹൈറ്റ് ഉണ്ട്, കുട്ടി താഴെയാണ്, അപ്പോൾ താഴേക്ക് നോക്കും. അറ്റ് ഹിസ് ഡോട്ടർ, അയാളുടെ മകളുടെ നേരെ നോക്കി. വിത്ത് ലവ്, സ്നേഹത്തോട് കൂടെ നോക്കി. ബട്ട് ദിസ് ഈസ് ഡിഫറെൻറ്റ്, പക്ഷേ ഇത് വേറെയാണ്, അല്ലെങ്കിൽ ഇത് വ്യത്യസ്തമാണ്. നമ്മൾ എന്താ പറയുക, നീ ചെറുതാകുന്നത് പോലെയല്ല ഒരു പന്നിക്കുട്ടി ചെറുതാണെന്ന് പറയുന്നത്. ബട്ട് ദിസ് ഈസ് ഡിഫറെൻറ്റ്, ഇത് തികച്ചും വ്യത്യസ്തമാണ്. എ ലിറ്റിൽ ഗേൾ ഈസ് ഓൺ തിങ്, ഒരു ചെറിയ കുട്ടി, പെൺകുട്ടി എന്ന് പറയുന്നത് ഒന്നാണ്. എ ലിറ്റിൽ റണ്ടി പിഗ് ഈസ് അനദർ, ഒരു ചെറിയ പന്നിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെയാണ്. അത് രണ്ടും ഒരേപോലെയല്ല. അതുകൊണ്ട് പന്നിക്കുട്ടിയെ നമുക്ക് കൊന്നുകളയാൻ പറ്റും, നീ ചെറിയ പെൺകുട്ടിയായി ജനിച്ചു കഴിഞ്ഞാൽ നിന്നെ കൊന്നുകളയൊന്നും പറ്റില്ല എന്നാണ് അച്ഛൻ പറയുന്നത്. രണ്ടും രണ്ട് കാര്യമാണ്. അപ്പോൾ കുട്ടി പറയണം, ഐ സീ നോ ഡിഫറൻസ്, എനിക്കതിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല. ഓക്കെ, ഐ സീ നോ ഡിഫറൻസ്, ഞാനതിൽ വ്യത്യാസമൊന്നും കാണുന്നില്ല, എനിക്ക് രണ്ടും ഒരുപോലെയാണെന്നാണ് ഫേൺ പറയുന്നത്. റിപ്ലൈഡ് ഫേൺ, ഫേൺ മറുപടി പറഞ്ഞു. സ്റ്റിൽ ഹാങ്ങിങ് ഓൺ ടു ദ ആക്സ്, അപ്പോഴും അവൾ മഴുവിൻ്റെ മേലെ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും, ഹാങ്ങിങ് അവൾ തൂങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓൺ ടു ദ ആക്സ്, ആക്സിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അത് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ദിസ് ഈസ് ദ മോസ്റ്റ് ടെറിബിൾ കേസ് ഓഫ് ഇൻജസ്റ്റിസ് ഐ എവർ ഹേർഡ് ഓഫ്. ദിസ് ഈസ് ദ മോസ്റ്റ് ടെറിബിൾ കേസ് ഓഫ് ഇൻജസ്റ്റിസ്, ഇതാണ് ഏറ്റവും വലിയ ടെറിബിൾ കേസ് ഓഫ് ഇൻജസ്റ്റിസ്, അനീതിയുടെ അനീതിയുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഒരു കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് അവിടെ അർത്ഥം വെക്കാം. ഇറ്റ്സ് ദ മോസ്റ്റ് ടെറിബിൾ കേസ്, ഇത് ഭയാനകമായിട്ടുള്ളൊരു കേസ് തന്നെ, കാര്യം തന്നെ, ഓഫ് ഇൻജസ്റ്റിസ്, ഭയങ്കര അനീതിയാണിത്. ഓക്കെ, എന്നെ വെറുതെ വിടും, പന്നിക്കുട്ടിയെ വെറുതെ വിടാൻ നിങ്ങൾക്ക് മനസ്സില്ല, അത് വലിയ അനീതിയാണ്. ഐ എവർ ഹിയർഡ് ഓഫ്, ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അനീതിയാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നാണ് കുട്ടി പറയുന്നത്. A queer look came over John Arable's face. He seemed almost ready to cry himself. A queer look came over John Arable's face. അപ്പോൾ queer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, queer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈചിത്ര്യം, അപൂർവത, വിശേഷ, വിചിത്ര. ഓക്കെ, അപ്പോൾ queer എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, വിചിത്രമായ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മുഖത്ത് വിചിത്രമായൊരു ഭാവം. ഓക്കെ, ക്യൂർ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂർ ലുക്ക്, ഒരു വിചിത്ര ഭാവം. കെയിം ഓവർ ജോൺ ആരബിൾസ് ഫേസ്,
ജോൺ ആരബിൾ എന്നായിരുന്നു അയാളുടെ മുഴുവൻ പേര്. അയാളുടെ മുഖത്തൊരു വിചിത്രമായ ഭാവം, ഈ കുട്ടിയുടെ സംസാരം കേട്ടിട്ട് അയാൾ വല്ലാതെ ഞെട്ടിപ്പോയി. അപ്പോൾ ഞെട്ടിപ്പോയി മുഖത്ത് വിചിത്രമായൊരു ഭാവം വന്നു. ഓക്കെ, ഹീ സീംഡ് ഓൾമോസ്റ്റ് റെഡി ടു ക്രൈ ഹിംസെൽഫ്. അയാൾക്ക് അയാൾ കരയുമോ എന്ന് അയാൾക്ക് തോന്നിപ്പോയി. ഹീ സീംഡ്, അയാൾ കാണപ്പെട്ടു. ഓൾമോസ്റ്റ് റെഡി ടു ക്രൈ ഹിംസെൽഫ്, അയാളിപ്പോൾ കരഞ്ഞു പോയേക്കുമോ എന്ന രൂപത്തിൽ അയാൾ കാണപ്പെട്ടു. കാരണം അയാൾക്ക് ആ വർത്തമാനം നന്നായിട്ട് ഉള്ളിൽ തട്ടി. ഓക്കെ, ഓൾ റൈറ്റ്, അയാൾ പറഞ്ഞു ഓക്കെ ശരി ശരി. ഹി സെഡ് യു ഗോ ബാക്ക് ടു ദ ഹൗസ്, നീ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോ. ആൻഡ് അവിടെ നമ്മൾ ബ്രേക്ക് ചെയ്തല്ലോ. ആൻഡ് ഐ വിൽ ബ്രിങ് ദ റെൻറ്റ്. ഓക്കെ, ഞാൻ ഈ ചെറിയ കുള്ളനെ കൊണ്ടുവന്ന് തരും. ഐ വിൽ ബ്രിങ് ദ റെൻറ്റ് വെൻ ഐ കം ഇൻ, ഞാൻ അകത്തേക്ക് വരുമ്പോൾ. അപ്പോൾ നീ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരും, ഉള്ളിലേക്ക് വരും, വീട്ടിലേക്ക് വരും. അപ്പോൾ ഞാൻ ഈ ചെറിയ പന്നിക്കുട്ടിയെയും കൊണ്ട് വരാം. ഐ വിൽ ലെറ്റ് യു സ്റ്റാർട്ട് ഇറ്റ് ഓൺ എ ബോർഡർ ലൈക്ക് എ ബേബി. ഐ വിൽ ലെറ്റ് യു, ഞാൻ നിന്നെ അനുവദിക്കും. സ്റ്റാർട്ട് ഇറ്റ് ഓൺ എ ബോർഡർ ലൈക്ക് എ ബേബി, ഒരു ബേബിയെ പോലെ, ഒരു മനുഷ്യക്കുഞ്ഞ് എന്നാണ് ബേബി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിക്ക് നമ്മൾ ബോട്ടിലിൽ പാലൊക്കെ കൊടുക്കുമല്ലോ, ഫീഡിങ്, അതുപോലെ നിങ്ങൾക്കൊരു ബോട്ടിൽ വെച്ചിട്ട് അതിന് പാല് കൊടുത്ത് തുടങ്ങാം. ഓക്കെ, ലെറ്റ് യു സ്റ്റാർട്ട് ഇറ്റ് ഓൺ എ ബോട്ടിൽ ലൈക്ക് എ ബേബി. കുട്ടിക്ക് പാല് എടുക്കുന്ന പോലെ നിനക്കതിന് പാല് കൊടുത്ത് ബോട്ടിൽ കൊടുക്കാൻ ഞാൻ അനുവദിക്കും. ഐ വിൽ ലെറ്റ് യു എന്ന് പറഞ്ഞാൽ നീ അങ്ങനെ കൊടുത്തു തുടങ്ങിക്കോ. ദെൻ യു വിൽ സീ, അപ്പോൾ നിനക്ക് കാണാം, അല്ലെങ്കിൽ അതിനുശേഷം നിനക്ക് മനസ്സിലാകും. വാട്ട് ട്രബിൾ എ പിഗ് ക്യാൻ ബി, ഒരു പന്നിയെക്കൊണ്ടുള്ള കുഴപ്പം, പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്ക് മനസ്സിലാവും. ഓക്കെ, സിമ്പിളാണ്, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഞാനത് വിശദീകരിച്ച് കുറച്ച് കൊളായി പോയിട്ടുണ്ടാകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ അതിൻ്റെ തുടക്കത്തിലുള്ള ഏകദേശം ഒരു പേജ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കഥ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. ഈ രൂപത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ് ഇതിൻ്റെ രചയിതാവ് E.B. വൈറ്റ് ഈ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ച് തുടങ്ങണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെൻറ്റൻസുകൾ ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങളുടെ ലെവലിനുള്ള സെലക്ഷൻ, അതാണ് മെയിനായിട്ടുള്ള സംഗതി. നിങ്ങൾക്ക് അറിയാത്ത വലിയ വേർഡ്സ് ഉള്ള പുസ്തകങ്ങളാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും കുടുങ്ങും. കാരണം ഈച്ച് ആൻഡ് എവറി വേർഡ് നിങ്ങൾക്ക് ഡിഫിക്കൽട്ടാവും. ഓരോ പ്രയോഗങ്ങളും അതുപോലെ തന്നെ പുതിയ വാക്കുകളിലൊക്കെ നിങ്ങളിങ്ങനെ സ്റ്റക്കായി നിന്ന് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അപ്പോൾ നിങ്ങളുടെ ലെവൽ സെലക്ട് ചെയ്യുക. മറ്റൊരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഓരോ രചയിതാക്കൾക്കും ഓരോ രചനാ ശൈലിയുണ്ട്. ഓക്കെ, ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കുറേ പദങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ചാർലസ് വെബ് പഠിക്കുമ്പോൾ ഇതിൽ കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് പദങ്ങളുണ്ടാകും. അത് ഈ രചയിതാവ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്ന പദങ്ങളാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് തുടക്കത്തിൽ നമുക്ക് ആ പദങ്ങൾ പുതിയതായിരിക്കും, പക്ഷെ പിന്നീട് അത് എളുപ്പമായിരിക്കും. എന്ന രൂപത്തിൽ നമ്മളിപ്പോൾ ഹാരി പോട്ടർ സീരീസാണ് വായിക്കുന്നതെങ്കിൽ അത് നമ്മൾ തുടങ്ങുമ്പോൾ നമുക്ക് അറിയാത്ത കുറേ പദങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഹാരി പോട്ടർ പോലെയുള്ളൊരു കഥയാകുമ്പോൾ അതിൽ എന്താ പറയുക, മായാജാലവും മന്ത്രവാദികളും ഓരോരുത്തരുടെ ഗോത്രവും വംശവും ഒക്കെ പറയുമ്പോൾ ഒരുപാട് പുതിയ പദങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ നമുക്കത് കുറച്ചൊരു കല്ലുകടിയായിരിക്കും. പക്ഷെ നമ്മൾ 2-3 ചാപ്റ്ററുകൾ വായിച്ച് കഴിയുമ്പോഴേക്കും അതിലും സ്ഥിരമായിട്ട് വരുന്ന കുറേ പദങ്ങളുണ്ടാവും, ഈ രചയിതാവിൻ്റേതായിട്ടുള്ള കുറേ പദങ്ങൾ. അതിങ്ങനെ നമ്മുടെ മനസ്സിൽ വൊക്കാബുലറി നമ്മൾ ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം, അതായത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം ഏകദേശം ഒരു പകുതിയൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് പിന്നെ അത് പച്ചവെള്ളം പോലെ വായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ നമ്മളൊരു പുതിയ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എപ്പോഴും തുടക്കത്തിൽ നമ്മളൊന്ന് ചെറുതായിട്ട് സ്ലോ ആയിരിക്കും, പിന്നെ അങ്ങനെ എളുപ്പമായിട്ട് വരികയാണ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഹോബിറ്റ് അല്ലെങ്കിൽ ദി ലോർഡ് ഓഫ് ദി റിങ്സ് ഒക്കെ നമ്മൾ, അല്ലെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് പോലുള്ള പുസ്തകങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പുതിയ ഒരുപാട് പദങ്ങളുണ്ടാവും. അത് ഓരോ രചയിതാക്കളുടെയും സെലക്ഷനും പിന്നെ ആ കഥയുടെ പശ്ചാത്തലവും അനുസരിച്ച് ഒരുപാട് പദങ്ങളുണ്ടാവും. അത് തുടക്കത്തിൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അങ്ങനെ നമുക്കിത് എളുപ്പമായിരിക്കും. പിന്നെ ഒന്നുള്ളത്, നമ്മളിപ്പോൾ ചാർലസ് വെബ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം നമ്മൾ മുഴുവൻ വായിച്ചു എന്ന് വെക്കുക, അർത്ഥം വെച്ച് നമ്മൾ മുഴുവനായിട്ട് മനസ്സിലാക്കി വായിച്ചു. അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഇംഗ്ലീഷ് പഠിക്കാനും കൂടിയാണ് ഞാൻ പറയുന്നത്, അതിൻ്റെ പ്രയോഗങ്ങളും കാര്യങ്ങളും മനസ്സിലാക്കാനും കൂടി ഒരു എളുപ്പമുള്ള സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പേജ് വായിച്ചു, പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു, പുസ്തകം വായിക്കാൻ വേണ്ടി നമ്മൾ വായിച്ചു. ഓക്കെ, നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് 1ാമത്തെ പേജ് ഒരു 5 പ്രാവശ്യം വായിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ വായിച്ചപ്പോൾ അർത്ഥമൊക്കെ വെച്ചാണ് വായിച്ചിരുന്നത്, നമ്മൾ സ്ലോ ആയിട്ടാണ് വായിച്ചത്. 2ാമത്തെ തവണ വായിക്കുമ്പോൾ നമ്മൾ ആ അർത്ഥം നമ്മുടെ മനസ്സിൽ കുറച്ച് വീണ്ടും വരും. ഒരു 3, 4, 5 പ്രാവശ്യം ഒരേ പേജ് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ
നമുക്ക് പിന്നെ അർത്ഥം നമ്മൾ ശ്രദ്ധിക്കാത്ത വിധം നമുക്കത് വായനയിലൂടെ തന്നെ അർത്ഥം ബോധ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ ഓരോ പേജും നിങ്ങൾക്ക് 3, 4, 5 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വായിക്കാവുന്നതാണ്. അത് നന്നായിട്ട് ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാറും. സംഭവം നിങ്ങൾക്ക് കുറച്ചൊക്കെ ഒരു മുഷിപ്പൊക്കെ ഉണ്ടാകും, പക്ഷേ അത് നിങ്ങളുടെ ഒരു ലോങ് ടേം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു ബെനിഫിറ്റ് ആയിരിക്കും. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഗുഡ് ബൈ.